കമല മാം. ടെൻഡർ കോപ്പി പ്രിന്റ് അയച്ചിട്ടുണ്ട്, ഒന്നെടുക്ക്. ശരി മാം. മാഡം. ആ കാറെ കൊണ്ടുവയ്ക്കേ. അഖിലേ, ടിക്കറ്റ് കൺഫേം അല്ലേ? കണക്റ്റിംഗ് ഫ്ലൈറ്റ്, അതാ ഒരു ബുദ്ധിമുട്ട്. കൃഷ്ണേട്ടാ, എൻഗേജ്മെന്റിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനിടയ്ക്ക് കൃഷ്ണേട്ടൻ കൂടി പോയാ 3 ദിവസത്തെ ബിസിനസ് ട്രിപ്പ് അല്ലേ? ആനന്ദ് പോയാ ഇവിടുത്തെ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാകും. ഞാൻ വരുന്നത് വരെ ആനന്ദ് കാര്യങ്ങളൊക്കെ നോക്കിയാ പോരെ? ഇത് ബിസിനസ് കാര്യമല്ല കൃഷ്ണേട്ടാ, അല്പ അനുഭവപരിചയം വേണം. തൃച്ചംബരത്തെ ആദ്യത്തെ കാര്യമാ. ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയിന്ന് പോലും എനിക്കറിയില്ല. എവറിത്തിങ് ഈസ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. ഓഡിറ്റോറിയം ആനന്ദ് നേരത്തെ ബുക്ക് ചെയ്തു. ഗസ്റ്റുകൾക്ക് താമസിക്കാൻ സിറ്റിയിലെ സ്റ്റാർ ഹോട്ടലിലെ സ്യൂട്ടുകളെല്ലാം ഓക്കെയാണ്. കാറ്ററിംഗ് ഏർപ്പാടാക്കി. ഫസ്റ്റ് ഫ്ലോറിൽ ഇലയിട്ട് സദ്യ, സെക്കൻഡ് ഫ്ലോറിൽ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒരുക്കിയിട്ടുണ്ട്. ബൊഫേ സിസ്റ്റം വേറെ. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഗുഡ്, അത് അങ്ങനെ തന്നെയാ വേണ്ടത്. മാഡം. നിന്റെ എൻഗേജ്മെന്റിനെ കുറിച്ചുള്ള ഡിസ്കഷനാ. നിനക്കെന്തെങ്കിലും പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാട്ടോ. അന്ന് ചുഴലിക്കാറ്റുണ്ടാക്കാൻ വല്ല മാർഗമുണ്ടോ? അല്ലെങ്കിൽ ഇടിവെട്ടി മഴ പെയ്ത് പേമാരി? പിന്നെ ഇവനിതെന്തു പറ്റി? എന്തോ ഒരു കുഴപ്പം മണക്കുന്നുണ്ടല്ലോ. സംഗതി കൊളാക്കോ? ഫയൽ ചെയ്തേക്ക്. ഓക്കെ മാം. വാ വാ വാ. എൻഗേജ്മെന്റ് നടക്കുന്ന ഓഡിറ്റോറിയം നിനക്കറിയാമല്ലോ. നമ്മുടെ ക്ലബിന്റെ പുറകിലുള്ള രഘുറാം കൺവെൻഷൻ സെന്റർ. എന്താ അത് പോരെ നമുക്ക്? എന്താ ഒരു സൈലൻസ്? വേറെ വല്ല സ്ഥലവും നിന്റെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ മടിക്കണ്ട, പറയ്. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവും. മനസ്സിലെന്തേലും ഉണ്ടെങ്കിൽ തുറന്നു പറ. പറ മോനെ. വേണമെങ്കിൽ എൻഗേജ്മെന്റ് കടലിന്റെ നടുക്ക് കപ്പൽ വെച്ച് നടത്താം. എന്താ വേണോ? കപ്പല് അല്ലാതെ തന്നെ ചെറുക്കൻ എപ്പോഴും വെള്ളത്തില. അതൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ആകാശത്ത് ഫ്ലൈറ്റിൽ വെച്ച് നടത്തിയാലോ? ഫ്ലൈറ്റ് അത് വേണ്ട. പിന്നെ എന്തു വേണം നീ പറ. ഇതുപോലൊരു ഫംഗ്ഷൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പങ്കെടുത്തവര് പറയണം. അതേ ഉള്ളൂ എന്റെ വിചാരം. ഈ എൻഗേജ്മെന്റ് ഗ്രാൻഡ് ആക്കാൻ എല്ലാവരും ഓരോരോ ഐഡിയ പറയുമ്പോഴും അരവിന്ദന്റെ നിൽപ്പ് കണ്ടാലേ ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് തോന്നുമല്ലോ. എന്താ അരവിന്ദ്, ശരിയാണോ? വിലാസിന് പറഞ്ഞത് ശരിയാണോന്ന്? അങ്ങനെയൊന്നും ഇല്ലമ്മേ. പിന്നെ എന്താ നിനക്കൊരു മൂഡ് ഓഫ്? പറ. അമ്മേ, അത് പറ. എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അരവിന്ദേ, തെളിച്ചു പറ. നിനക്ക് എന്താ ഉൾക്കൊള്ളാൻ പറ്റാത്തെ? തുറന്നു പറഞ്ഞു അരവിന്ദേ. അമ്മ, എന്തിനീ എൻഗേജ്മെന്റ്? എന്തിനീ എൻഗേജ്മെന്റ് ഇങ്ങനെ ദൂർത്തടിക്കുന്നേ? ചെലവ് അല്പം കുറച്ചുകൂടെ നമുക്ക്? ചെലവ് കുറയ്ക്കണം പോലും. എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? നീ തെരുവിലല്ല ജനിച്ചു വീണത്, തൃച്ചംബരത്ത് തറവാട്ടില്ല. നമുക്ക് ഈ സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അത് നീ മറക്കരുത്. അരവിന്ദേ, ഇപ്പം നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് നിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാതെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന്. മോൻ ചെല്ല്. എൻഗേജ്മെന്റിന്റെ ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നീ നന്ദനയുടെ വിരലിലിടാനുള്ള മോതിരത്തിന്റെ അളവൊന്ന് വിളിച്ചു ചോദിച്ചാ മതി. കൃഷ്ണേട്ടൻ വന്ന്.
മതി മോളെ ഒരുക്കം. കല്യാണമൊക്കെ ആയില്ലേ? ഇനി അരവിന്ദ് പറയുന്ന പോലെ മാത്രം നടന്നാ മതി. അവനിഷ്ടം സിമ്പിളായിട്ടുള്ള കുട്ടികളെയാ. സിമ്പിള്. അവനെ ഒരു ഭൂലോക പൂവാലിനാണെന്നാ ഞാൻ കേട്ടത്. അതൊക്കെ ഈ പ്രായത്തിന്റെ ഒരു കളിതമാശകളല്ലേ, അത് നീ മൈൻഡ് ചെയ്യേ വേണ്ട. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അമ്മയുടെ മരുമകളാകാന്ന് പറഞ്ഞാലേ അത് 100% ഭാഗ്യം തന്നെയാണെന്ന് ഞാൻ പറയൂ. ഭാഗ്യം എനിക്കല്ല, അവർക്കാ. ഇത്രയും സുന്ദരിയും വിദ്യാസമ്പന്നയും സ്മാർട്ടുമായ ഒരു പെണ്ണിനെ മരുമകളായി കിട്ടിയില്ലേ. പിന്നെ സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ പിന്നിലാണോ? ഈ നന്ദനിയും ഒരു കോടീശ്വരിയാ, അച്ഛനത് മറക്കരുത്. ഞാനും നീയും ഒക്കെ കോടീശ്വരർ തന്നെയാണ്. പക്ഷേ തൃച്ചംബരത്തെ സ്വത്തിന്റെ കണക്കെടുത്താലേ നമ്മൾ വെറും ചീള് കേസാ, അത് നീ മറക്കരുത്. എന്റെ പൊന്നച്ഛ, സ്വയം ചെറുതാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത്രയും താഴരുത്. പിന്നെ ഈ നന്ദന മരുമകളാകാനായിട്ട് അങ്ങോട്ട് വലിഞ്ഞു കയറി പോയതൊന്നും അല്ലല്ലോ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനൊപ്പം നമ്മുടെ കമ്പനി വളരുന്നത് കണ്ടിട്ട് അവരിങ്ങോട്ട് തേടി വന്നതാ. എന്താ അല്ലെന്ന് പറയാൻ പറ്റുമോ അച്ഛന്? ആഹാ, ഇപ്പൊ കണ്ട ഒരു രാജകുമാരിയെ പോലെ ഉണ്ട്. ഞാൻ തന്നെ കണ്ണുവെക്കുമെന്ന ഇപ്പൊ എന്റെ സംശയം. അല്ലെങ്കിൽ കല്യാണം എടുക്കുമ്പോ പെൺപിള്ളേർക്കൊരു പ്രത്യേക ചന്തം വരും. എന്റെ മോൾക്ക് രാജയോഗല്ലേ? അല്ലെങ്കിൽ അഖിലാണ്ടേശ്വരി മരുമോളെ തേടി ഇവിടെ വരുവോ? ദേ, അമ്മയും അച്ഛനെ പോലെ അത്രയ്ക്കങ്ങ് വിനയം കാണിച്ച് താഴല്ലേ. ഇവിടെ ഇപ്പൊ രാജയോഗം എനിക്കൊന്നും അല്ല, ആ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക്. അല്ലെങ്കിൽ അവർക്ക് എന്നെ പോലൊരു മരുമകളെ കിട്ടുവോ? അല്ല പിന്നെ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ മോളെ കല്യാണം കഴിയുന്നത് വരെ ശ്രദ്ധിച്ചു വേണം ഓരോ ചുവടും വെക്കാൻ. എന്ത് ശ്രദ്ധ? മനസ്സിലായില്ല. അതല്ല മോളെ, അരവിന്ദിനോട് വഴക്കടിക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നും പോവരുതെന്ന അമ്മ ഉദ്ദേശിച്ചത്. എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. ലക്ഷ്യമാണ് പ്രധാനം. അമ്മേ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഐ നോ വാട്ട് ഐ എം ഡൂയിങ്. ഓക്കേ. എടി, നിനക്ക് നന്ദനെ പറ്റി അറിയില്ലേ? ഇതുപോലൊരു ലൈഫ് കിട്ടിയാൽ നന്ദൻ അത് മിസ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? ആ, അത് കറക്റ്റ്. എന്ന് വെച്ച് ഞാൻ എന്റെ പ്രസ്റ്റീജ് വിട്ടിട്ടുള്ള യാതൊരു കളിക്കുമില്ല. നോക്കട്ടെ അവൻ എങ്ങനെ എന്റെ അടുത്ത് പെരുമാറുന്നതെന്ന്. അതനുസരിച്ചിരിക്കും എന്റെയും റെസ്പോൺസ്. അപ്പോ ശരി അമ്മേ, ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ദൈവമേ, ഈ ബന്ധം എത്രയും പെട്ടെന്നൊന്ന് നടന്നാ മതിയായിരുന്നു. ദൈവം നടത്താനൊക്കെ റെഡിയാണ്. പക്ഷേ കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കി എന്ന് പറയും പോലെ നീ ആയിട്ട് അത് മുടക്കാതിരുന്നാ മതി. ദൈവത്തിനറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. എന്തായി? അമ്മയെ കണ്ട് സംസാരിച്ചപ്പോ എല്ലാം ശരിയായില്ലേ? അനിയൻ കുഞ്ഞിന് ഇഷ്ടല്ലെങ്കിൽ നന്ദിനെ കല്യാണം കഴിക്കേണ്ടെന്ന് മാഡം പറഞ്ഞു കാണുമല്ലോ. എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെ തന്നെയാ. മക്കള് ശാഠ്യം പിടിച്ചാ അവരുടെ ഇഷ്ടത്തിന് വഴങ്ങും. അതേ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. നിനക്ക് തെറ്റ് കല്യാണി. അങ്ങനെ മക്കളുടെ എല്ലാ നിർബന്ധവും മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ നടത്തി കൊടുക്കില്ല. അത് ഞാൻ അറിയാണ്ട്. അല്ല, വലിയ കുഞ്ഞിവിടെ ഈ മുറിയില്. ഈ വീട്ടിലെ വെറും ഒരു പാചകക്കാരിയായി നിനക്ക് ഈ റൂമിലേക്ക് വരാനും അവന് ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ കൊടുക്കാനും കഴിയുമെങ്കിൽ അവന്റെ കൂടപ്പിറപ്പായ എനിക്കെന്താ ഈ റൂമിൽ കയറിയാല്? അയ്യോ, അതല്ല. Shut up. മതി വിശദീകരണം. നോക്ക്, നിനക്ക് ഈ ജോലി ശരിയാക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതാ, അറിയാലോ നിനക്ക്. അയ്യോ, എന്നോട് ക്ഷമിക്കണം. രാവിലെ അനിയൻ കുഞ്ഞ് കിച്ചണിലേക്ക് ഫോൺ ചെയ്തിരുന്നു. ചാവാൻ പോവാ, കാപ്പിയിൽ ഇത്തിരി വിഷം വേണം, നന്ദിനെ കല്യാണം കഴിക്കുന്നതിന് ഭേദം മരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോ അവൻ അങ്ങനെ പലതും പറയും. എന്ന് വെച്ചാ
ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടണോ? എങ്കിലിത് കൊള്ളാലോ. നോക്ക്, ഇത് അമ്മ കൊടുത്ത വാക്ക, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി കൊടുത്ത വാക്ക്. അതായത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. ഇവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങൾ പലതും സംസാരിച്ചെന്നിരിക്കും. ഈ വീട്ടിലുള്ള മറ്റുള്ള ജോലിക്കാരെ പോലെ നീയും അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോയാ മതി. അതല്ല, തന്ന സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരു ജോലിക്കാരിയുടെ ലിമിറ്റിനപ്പുറത്തേക്ക് കടക്കാനാണ് ഉദ്ദേശമെങ്കിൽ അയ്യോ, ഞാൻ അങ്ങനെയൊന്നും. നിന്നിങ്ങനെ മോങ്ങണമെന്നില്ല. അമ്മയുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിലും ഇടപെടരുതെന്ന് പണ്ടേ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. എന്താ, ശരിയല്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്നാ കേട്ടോ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകനാ ഞാൻ. വിശ്വാസവഞ്ചന കാണിക്കുന്നവരോട് പുറത്ത് ശീലമില്ല. നിന്നോടും അത്രേ ഉള്ളൂ എനിക്ക്. എന്നോട് ക്ഷമിക്കണട്ടോ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അനികുഞ്ഞ് ചത്തുകളെന്നൊക്കെ പറഞ്ഞപ്പോ ഇല്ല, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ശരി ശരി, ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. ഒരു ജോലിക്കാരിയുടെ ലിമിറ്റിനപ്പുറത്തേക്ക് ഇനി നിന്നെ കണ്ട അന്ന് നീ ഇവിടുത്തെ പടിക്ക് പുറത്താ. ഇപ്പൊ നിനക്ക് പോവാം. ഓക്കോ? ബ്രോ എന്താ നോക്കുന്നേ? ഓ മൈ ഗോഡ്, എന്റെ അമ്മോ, ഇതാര്? പഴയ ചാൾസ് രാജകുമാരനാ? താടിയൊക്കെ എടുത്തപ്പോ നല്ലൊരു ഡീസന്റ് ലുക്കായല്ലോ. ബ്രോൻ ആരെങ്കിലും സിനിമയിലെടുത്തോ? സിനിമയൊന്നുമല്ല, നിന്റെ കല്യാണമൊക്കെ അല്ലേ. ലുക്ക് ഒന്ന് മാറ്റി പിടിക്കണമെന്ന് തൃച്ചംബരത്തെ മാഡത്തിന്റെ കൽപ്പന. അമ്മയോ അന്നദാതാവോ അല്ലേ, അനുസരിച്ചേക്കാവെന്ന് വെച്ചു. അല്ല, എവിടെയാ നിന്റെ പാസ്പോർട്ട്? കമ്പനിയുടെ ഓഫീസ് ഫയലിൽ അതിന്റെ ഒരു കോപ്പി വേണം. കുറെ നേരമായിട്ട് ഞാൻ നോക്കുക. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഞാൻ എടുത്തു തരാം. ശരി, പെട്ടെന്നാവട്ടെ. പിന്നെ നിനക്കിത്തിരി ആത്മഹത്യാ പ്രവണതകളൊക്കെ ഉണ്ടെന്ന് ഇവിടുത്തെ ചില ജോലിക്കാരികൾ പറഞ്ഞു. അത്ര അത്യാവശ്യം ഉണ്ടെങ്കിലേ കോഫിയിൽ വിഷം കലർത്താൻ നിൽക്കണ്ട. എന്റെ കയ്യിൽ ലൈസൻസ് ഉള്ള തോക്കുണ്ട്, ചോദിച്ചാ മതി, തരാൻ ഞാൻ റെഡിയാ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി. ദേ, അവര് വന്നു. വരണം വരണം, അകത്തേക്ക് വരണം. വരണം വരണം. വാ മോനെ. അങ്ങോട്ടിരിക്കെ. കാലെടുത്ത് അകത്തേക്ക് വെച്ചപ്പോ തന്നെ വീടിനൊരു പ്രത്യേക ഐശ്വര്യം വന്ന പോലെ. എന്തൊരു അഭിനയം. ഹായ് ആന്റി. ഹായ് മോളു. ഹായ് അരവിന്ദ്. ഹലോ. നന്ദനയുടെ പേരുമാറ്റൽ ചടങ്ങല്ലേ, ഞാൻ തന്നെ നേരിട്ട് വരാന്ന് കരുതി. നീ പേര് മാറ്റാന്ന് സമ്മതിച്ചപ്പോ തന്നെ
എന്റെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാലും ദൈവസാമീപ്യമുള്ള ചടങ്ങായതുകൊണ്ട് നേരിട്ട് വരുന്നതാ ഒരു ഐശ്വര്യം. ഐശ്വര്യമൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ നമ്മള് കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ വന്നിട്ടും പേര് മാറ്റാനുള്ള ആൾ ഇതുവരെ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. അതെന്താ ഇപ്പൊ അങ്ങനെ? അത് പിന്നെ ഈ ഹാ, സാരമില്ല, കുട്ടികളല്ലേ. നന്ദന, മോൾ പോയി ഡ്രസ് മാറിയിട്ട് വാ. ഓക്കെ, ശരി ആന്റി. ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹര ദേവി ത്രാഹി മാം ശരണാഗതം. മോളെ കണ്ടില്ലല്ലോ, എന്തു പറ്റി? അതിപ്പോ ഞാനിപ്പോ അവളെ വിളിച്ചോണ്ട് വരാം. നന്ദനെ, നീ ഇതെന്തു ഭാവിച്ച? എന്താ ഇതുവരെ ഡ്രസ്സ് മാറാത്ത എന്താന്ന്? ചടങ്ങിന് സമയായി. ഈ സമയത്ത് നീ വെറുതെ വാശി പിടിക്കരുത്. ഛെ, വാശി എനിക്കല്ല, അമ്മയ്ക്കാ. എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി എന്ത് പറഞ്ഞാലും ശരി, എന്റെ പേര് മാറ്റാൻ ഞാൻ തയ്യാറല്ല, തയ്യാറല്ല, തയ്യാറല്ല. നന്ദനെ, എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. വന്നിരിക്കുന്ന ആരാന്ന് നിനക്കറിയാലോ. ദേ, വെറുതെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. ദേ അമ്മേ, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. ഒരു കല്യാണത്തിന് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തത് തന്നെ ധാരാളമാ. ഇനി അഡീഷണൽ ആയിട്ട് എന്ത് പറഞ്ഞാലും എന്റെ പേര് മാറ്റാൻ ഞാൻ തയ്യാറല്ല. വിലാസിനി, നീ എവിടെ പോന്നു? ഞങ്ങൾ അയൽക്കാരാണെങ്കിലും മഹേശ്വരി ഈ വീട് വെച്ചിട്ട് ഞാൻ കേറി കണ്ടിട്ടില്ല. ഒന്ന് കണ്ടിട്ട് വരാന്ന് വെച്ചു. നന്ദന, ഈ കല്യാണം നടന്നേ പറ്റൂ. അതിനുവേണ്ടി നിന്റെ പേരല്ല എന്റെ പേര് വരെ മാറ്റാൻ ഞാൻ തയ്യാറാ. മര്യാദയ്ക്ക് ഒരുങ്ങിയിറങ്ങ്. വെറുതെ വാശി പിടിക്കരുത്. സോറി സോറി സോറി. ഇനി അമ്മ എന്നെ കൊന്നാലും ശരി, എന്റെ പേര് മാറ്റാൻ ഞാൻ തയ്യാറല്ല, അല്ല അല്ല. കൊള്ളാം, സംഗതി പഷ്ട്. പക്ഷേ ഇത് അഖിലാണ്ടേശ്വരി കേട്ടിട്ടല്ലേ കാര്യമുള്ളൂ. അയ്യോ, ചേച്ചി ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ എന്താ ഒരു വഴി? അല്ലെങ്കിൽ തന്നെ ആർക്കായി ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്? ഇത്രയും നാളും ഐശ്വര്യം ഉണ്ടായിരുന്ന പേരിപ്പം മാറ്റുന്ന എന്തിനാ? ഇപ്പൊ എന്താ ഒരു ഐശ്വര്യക്കേട്? നീ കേറി ചെല്ലാൻ പോകുന്ന വീടിന് നിന്റെ പേര് യോജിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അതല്ല ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. അമ്മയ്ക്ക് പോവാം. മോളെ നന്ദനെ, ഈ കല്യാണം മുടങ്ങാൻ നിന്നേക്കാൾ ആഗ്രഹിക്കുന്നത് ഞാനാ. ഹോ, ഒരു ഗതിയുണ്ടെങ്കിൽ നീ പേര് മാറ്റരുത്. ദൈവമേ, ഈ അഖിലാണ്ടേശ്വരി എങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ. ഭഗവാനെ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കി തരണേ. ഗണപതിക്ക് 101 തേങ്ങ ഞാൻ അടിച്ചേക്കാം. ശരി, ഇതെന്റെ സ്വപ്നമായിരുന്നു. ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇന്ന് തന്നെ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം.
വേണ്ട